താറാവ്, പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്തത്, മസാല, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, തക്കാളി, വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളകും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള നന്നായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുളകിനെ നന്നായിട്ടൊന്ന് മുരിയിച്ചിടുക. മുളക് ഇപ്പോൾ നല്ലൊരു ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി താറാവ് ചേർക്കാം. മസാല എല്ലാത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗരം മസാല ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് താറാവിനെ വേവിച്ചെടുക്കാം. താറാവിനെ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, വെള്ളം ഒഴിക്കേണ്ട, തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് താറാവ് വേവുമ്പോഴേക്കും നമുക്ക് പൊട്ടറ്റോനെ വറുത്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പൊട്ടറ്റോ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇടയ്ക്ക് കറീനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് ഫ്രൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോനെ എടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം.
നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് താറാവ് കറിയുടെ തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈഡ് ചെയ്തെടുത്തിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ താറാവ് കറി റെഡിയായി.